ഞങ്ങൾ എടപ്പള്ളിയിലാണ് താമസിക്കുന്നത്. മിൽമയുടെ ആ ഒരു ഔട്ട്ലെറ്റിൻ്റെ അടുത്ത്. എൻ്റെ പേര് ജോസാണ്. എൻ്റെ വീട്ടുപേര് ആനത്താനം. ഇത് എൻ്റെ വൈഫ്, ഭാര്യ അന്നു ചാക്കോള. ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഉദ്ദേശം ഒരു 43 വർഷമായി. ഈ കെട്ടിടത്തിൻ്റെ പണി തുടങ്ങിയത് 1980-ലാണ്. അന്ന് ഞങ്ങൾ ഈ ലാൻഡ് സർവേ ചെയ്ത് കെട്ടിടം എവിടെ സ്ഥാപിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കാൻ പോയപ്പോൾ ഈ ഒരു മരം പുറകിൽ കാണുന്നത്, നിങ്ങൾ പുറകിൽ കാണുന്ന ഒരു മരം, ഒരു വറുങ്ക എന്ന് പറഞ്ഞ മരമാണ്. അതൊരു കാട്ടുമരമാണ്. അത് ചിലർ പറയും അത് ആൺപുളി മരം. എന്തായാലും അതിൽ കായൊന്നുമില്ല, നല്ല ഇലയാണ്, നല്ല തണല. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഇതൊക്കെ ആ മരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന് വെച്ചിട്ട് ഒരു നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ വീട് പണിതത് ആ മരത്തിന് ചുറ്റുമാണ്. അങ്ങനെ ഇത്രയും നാൾ ആ മരത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഏകദേശം ഒരു 1.5 വർഷം മുമ്പ് ഞങ്ങളുടെ വേറൊരു മതിൽ ഇടിഞ്ഞു പോയി. അപ്പോൾ അവിടെ കുറച്ച് അറ്റുകുറ്റ പണി ചെയ്യാനായിട്ട് ഒരു കല്ലാശ്ശേരിയൊക്കെ വിളിച്ചപ്പം ഞങ്ങൾ ഈ മരത്തിൻ്റെ ചുറ്റും കാണാമല്ലോ കെട്ടുണ്ട്. ആ കെട്ടൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് തുളകളൊക്കെ അടച്ച്, പാമ്പൊന്നും കയറാതെ തുളകളൊക്കെ അടച്ച് അങ്ങനെ വളരെ സെക്യൂറായിട്ട് ഇട്ടു. പക്ഷേ ഇതിന് ഞങ്ങൾ ഒരു ഏകദേശം 5-6 മാസമായി ഒരു കാര്യം നോട്ട് ചെയ്തു. ഇതിൻ്റെ ഇലയൊക്കെ പൊഴിയാൻ തുടങ്ങി, പച്ചപ്പൊക്കെ കുറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഈ മരം വളരെ പ്രിയമുള്ളൊരു മരമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെ അത് അന്വേഷിച്ചപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ബിനു മാഷ് എന്ന് പറഞ്ഞ ഒരു മാഷുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഹോബിയാണ് മരങ്ങളെ ശുശ്രൂഷിച്ച്, കേടുവന്ന മരങ്ങൾക്കൊക്കെ ശുശ്രൂഷ ചെയ്ത് പുനർജന്മം കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് അതിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ എത്രയും പെട്ടെന്ന് ആ മരത്തിന് പൂർണ്ണ പഴയ ആരോഗ്യം വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. ഇതിലും പറയാനുണ്ടോ? പറഞ്ഞേക്ക്. ഈ മരത്തിന് ഏകദേശം പ്രായം നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 80-ലാണ് വീട് പണിതത്. അപ്പം അത് തന്നെ ഇപ്പം 43 വർഷമായി. അന്ന് ഇതിൻ്റെ ഒരു പകുതി വണ്ണം, അപ്പം അതും ഒരു 40 വർഷം എന്ന് കൂട്ടാം. അപ്പോൾ 10-80 വർഷം, 80-85 വർഷം പ്രായമുള്ളൊരു മരമാണെന്ന് സങ്കല്പിക്കുകയാണ്. മരത്തിന് ഏകദേശം 150 വയസ്സ് വരെയൊക്കെ ആയുസുണ്ട്, 200 വയസ്സ്. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾക്ക് ഈ മരം വലിയ താല്പര്യമുള്ളത് ഇതിൻ്റെ അടിയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്ത് തണുപ്പാണെന്നറിയുമോ. അതുപോലെ തന്നെ മരം ഈ വെസ്റ്റ് സൈഡ് ഫേസ് ചെയ്യുന്നത് കൊണ്ട് ആ ഉച്ച കഴിഞ്ഞുള്ള വെയിലും ഒന്നും ബിൽഡിങ്ങിൽ അടിക്കുന്നില്ല. അതുകൊണ്ട് പലരും എറണാകുളത്ത് നിന്ന് വരുന്ന ഒരു കാര്യം പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ എറണാകുളത്തെ ടെമ്പറേച്ചറിനേക്കാൾ 2-3 ഡിഗ്രി കുറവാണ്. ആ തണുപ്പ് അവർക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ മരം എങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് സംരക്ഷിക്കണമെന്നൊരു തീരുമാനം എടുത്തത്. അതുകൊണ്ട് ഇന്നത്തെ പണി ആരംഭിച്ചു. അത് വളരെ ഭംഗിയായിട്ട് തീരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമസ്കാരം. എൻ്റെ പേര് ബിനു, വൃക്ഷവൈദ്യനാണ്. 2024-ൽ ഒരു മരത്തെ ചികിത്സിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ആനത്താനം ജോസിൻ്റെ വീട്ടിലാണ്, പുരയിടത്തിലാണ് ഈ വലിയ മരം നിൽക്കുന്നത്. ഇതൊരു കാട്ടുമരമാണ്. വറങ്ക് എന്നും വിളിക്കുന്ന ഈ മരത്തിന് കുറച്ചു കാലമായി ഇതിൻ്റെ ഇല കൊഴിയുന്നു, ഉണക്കുപോലെ വരുന്നു. മരം സുഖപ്പെടട്ടെ എന്നുള്ള ഏറെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു വാർത്ത ഈ വീട്ടിൽ നിന്നും പ്രിയപ്പെട്ട ജോസിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി പ്രിയപ്പെട്ട മരം രക്ഷപ്പെടണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഞങ്ങളിതിന് ചികിത്സ നൽകുകയാണ്.
Thank you.